ഇങ്ങനെ കാണിച്ച അമ്മ എന്നാ ചെയ്യും? മണിപ്പോ ഇത്രയും 8 സ്കൂളിൽ പോണ്ടേ? താഴെ ആരും ഇരിക്കുന്നത് നോക്കി, ലക്കി ബേബി ഇരിക്കുന്നു. ലക്കിയുടെ തലയിൽ വീണാനിപ്പോ. പാവ ലക്കിയില്ലേ, നമ്മുടെ ലക്കിയില്ലേ. കഴിച്ചോ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? നെൻസി ആ ഫോണൊന്നും എടുത്ത്. ജോജി ഭക്ഷണം കഴിക്കും. സമയം മണി 8. ശരിയാ ജോജി നീ നോക്കി. ചേച്ചി മതി മതി മതി. രാവിലെ എന്തൊക്കെ ബിസിയാന്ന് നോക്കിക്കേ. രാവിലെ സ്കൂളിൽ പോകണം. മുന്നേ മോനെ വന്നിട്ട് കുട്ടിക്കുള്ളിട്ട് എല്ലാം ആരെ എണ്ണം തലയാൻ പറഞ്ഞു. ആരെ എണ്ണം തലയാൻ പറഞ്ഞു. എന്തെടുത്ത് വെള്ളം കട്ടി ചെയ്തു. എന്തായാലും ഇത് സ്കൂളിൽ പോകുമ്പോൾ വിട്ടിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. നമുക്ക് സ്പെഷ്യൽ എന്താണ്? മീൻ വറുത്തത്, പിന്നെ ഉരുളക്കിഴങ്ങും ചെമ്മീനും, ചേമ്പും ചെമ്മീനും, പിന്നെ മാമ്പഴ പൊരിച്ചത്. ഇഡ്ഡലി കഴിച്ച് സമയം മണി 10 മിനിറ്റ് കൊണ്ട് പോകാനായിട്ട്. കഴുകി കഴുകി നോക്കി നാമത്തെ ഈ ബെറോട് ജോജി കാണിക്കുന്നു. ജോജി ബാഡ് ബോയ് ആണ്. കഴുകി കൊടുക്കും. അടിക്കരുത്. ബാഡ് ബോയ് ആണ് കാണിക്കുന്നത്. അടിച്ച് ഭക്ഷണം കഴിച്ച് എന്താ വേണ്ടേ? ജോജിക്ക് മാമക്ക് എന്താ വേണ്ടേ? ഫോൺ ഉണ്ടെങ്കിൽ ഭക്ഷണം സ്കൂളിൽ പോയിട്ട് മൊബൈൽ ഗണ്ണ് ബാക്കിൽ വെച്ചേക്കാം കേട്ടോ. ബബിൾ ഗൺ. രാവിലെ സ്പാനിഷ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ എഗ്ഗ് ബീറ്റൻ ചെയ്ത് വെച്ചു. കുറച്ച് പാൽ അതിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് സോഫ്റ്റ്നെസ് കിട്ടും എഗ്ഗിന്. എഗ്ഗ് ഓംപ്ലേറ്റ്. ഇത് വന്നിട്ട് പൊട്ടാറ്റോ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഓണിയനാണ്, ടൊമാറ്റോ, ചീസാണിത്, ബട്ടർ. ഇത്രയും സാധനം വേണം. നമ്മളിവിടെ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡും സ്റ്റൂവും. ഇവിടെ ജോജി ഇഡ്ഡലി കഴിക്കാത്തതാണ്. ജോജിക്ക് ബ്രെഡ് ടോസ്റ്റാണ്. നമ്മൾ പൊട്ടാറ്റോ ആഡ് ചെയ്തു. പിന്നെ ചെറിയ പീസ് ഒരു ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ആഡ്, ബട്ടർ, ഒലിവ് ഓയിലൊക്കെ ആഡ്. ഇതിൽ വന്നിട്ട് സ്പാനിഷ് ഓംപ്ലേറ്റ് ആണെങ്കിൽ എനിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന മുകളിലേക്ക് 4 മുട്ടയാണ്. എനിക്കിത് മാത്രം കഴിക്കാനല്ല 4 മുട്ട, ഇവിടെ എല്ലാവർക്കും കൂടെ കഴിക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസാണ്. എന്താണ് ജോജി ആന്റി? എന്താണ്? മമ്മ വരുക. എന്താണ്? ആണോ?
മാംഗോ ചുമ്മാ രാവിലെ കിടന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കല്ലേ. ഓക്കെ, അടുത്തേക്ക് ഒന്ന് കാണിച്ചു. ഇത് നമ്മൾ മൂടി വെക്കുക. ഓക്കെ, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റെഡിയാകും. ഇങ്ങനെ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്, സ്പാനിഷ് ഓംലെറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഇച്ചിരി ഒന്ന് ഉള്ളു വേകണം, അല്ലെങ്കിൽ എനിക്ക് അത് പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ടിപ്പിക്കൽ ഇതാണ്, നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ചും കൂടെ ഉണ്ട്. മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് കണ്ട, ആ ഹലോ, നമ്മൾ സ്പീഡിലാണ്, ഇന്നിപ്പോൾ ലേറ്റായി പോയി. കണ്ട, നമ്മൾ ബ്രെഡൊക്കെ എടുത്ത് വണ്ടി കയറി, വണ്ടി വെച്ചാൽ കൊടുക്കുന്നത്, ടൈമില്ല. എന്താ ജോജി, ഫോണോ? ഫോണ് ഓക്കെ. അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകണം, അവരെ വിടണം. തിരിച്ച് വന്നിട്ട് നമ്മൾ ഇന്നത്തെ ചെറിയ കുക്കിങ് കാര്യങ്ങളെല്ലാം കാണിക്കണം. കൊക്കോമലാൻ ഫോൺ അവിടെ വീട്ടിലാണ്, അമ്മ എടുത്തില്ല. ഓക്കെ, സേ ഗുഡ് മോർണിംഗ്, സേ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഇവിടെ നോക്കി പറഞ്ഞേ. അന്നി എവിടെ? ഗുഡ് മോർണിംഗ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഹലോ, ഇപ്പം നമ്മൾ സ്കൂളിൽ എത്താറായി. ചെറിയ ബ്രെഡിൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞു. പക്ഷേ 10 മിനിറ്റ്സ് വൈകിപ്പോയി ക്ലാസ് എത്താനായിട്ട്. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ടോ സ്കൂളിൽ എത്തിയപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞിട്ട് അവരിപ്പോൾ സ്കൂളിൽ എത്തുന്നത്. ബിക്കോസ് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അവർക്ക് പോകാൻ പറ്റിയില്ല. ലാസ്റ്റ് വീക്ക് അവർക്ക് ഭയങ്കര ജലദോഷവും ചുമയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ജോജിക്കായിരുന്നു, അതെല്ലാം മാറി. ജോജി ഹാപ്പിയായി സ്കൂളെത്താൻ പോകുന്നു. ആണോ ജോജി? എടുക്കാൻ പാടില്ല. അതേ മിസ് പിണങ്ങും. പിടിച്ചോ. ഞാൻ ഇനി ഒന്നും പറയാനില്ല, മിസ് പിണങ്ങും. മാം ചോദിക്കും എന്തിനാ എടുത്തില്ല വന്നു. അതിവിടെ വെച്ചേട്ടോ. കയ്യിലൊരു സാധനം വീട്ടിൽ പോയിട്ട് കളിക്കാം. ബൈ പറ. സങ്കടപ്പെട്ട് വരണം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഇത്ര സ്പീഡിലാണ് നമ്മൾ ബേബീസിനെ കൊണ്ടുവന്ന് ആക്കിയെന്നുള്ളത്. ഒറ്റ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഇതിൽ ഏതാണ്, നമ്മുടെ എല്ലാവരും നിയമം പഠിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത്, ക്ലാസ്സൊക്കെ പോയി അറ്റൻഡ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ കൈയൊക്കെ നേരത്തേക്കാണെങ്കിൽ കൈയൊക്കെ ഇട്ട്, ഇപ്പം അങ്ങനെയല്ല, ഇൻഡിക്കേറ്റർ വഴിയൊക്കെ അല്ലേ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ, ഒരാളൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ എത്ര ട്രാഫിക് ഒഴിവാക്കാമെന്നറിയും. അത് മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഒറ്റ പ്രശ്നം. എന്നുവെച്ചാൽ ഒരാളൊന്ന് നിർത്തി, അയാളുടെ ബാക്കിൽ ഒരു 4 പേരുണ്ടാവും, അയാളൊന്ന് 4 പേര് കടന്നു പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. അപ്പം അതൊന്ന് നിർത്തി തന്ന് ഒന്ന് ഫ്രീ ആയിട്ട് പോകുന്ന വിധത്തിലായിരുന്നു എല്ലാവരും ചെയ്ത്. ഇപ്പം ഞാനോ ഒരാളോ വേറെ 2 പേര് ചെയ്യുന്നതല്ല, ഞാൻ പറയാം പൊതുവേ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ നമുക്ക് ഒത്തിരി അതിൻ്റെ എന്താ പറയുക ടൈം ലാഭിക്കാം. ഇത് ഒരാൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ ആ സൈഡിൽ കൂടെ വന്ന് ഒരാൾ സൈഡിൽ കൂടെ വന്ന് അത് ബ്ലോക്കായി പിന്നെ വിട്ടുകൊടുക്കാത്ത വിധത്തിലാണ് എല്ലാവരും കൂടെ പോകുന്നത്. പക്ഷെ അതൊക്കെയാണ് അതിൻ്റെ ഫോറിനിലൊക്കെ പോയി കാണുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെയൊക്കെ ക്ഷമപൂർവ്വം നിന്ന് തന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെ ഫോറിനിൽ പോയിട്ട് ദുബായിലൊക്കെ ചെന്നാലും അതിൻ്റെ നിയമം നോക്കിയിട്ടല്ലേ അവിടെ നിന്ന് കൊടുക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്ത് പേഷ്യൻസ് ആയിട്ട് ഓരോരുത്തർ കടന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോകുന്നത്. എന്താ വെച്ചാൽ അവിടുത്തെ നിയമം അതാണ്, ആ നിയമത്തിൻ്റെ പേടിച്ചിട്ട് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമം ഇല്ലാത്ത കാരണമാണ് തോന്നുന്നത് ചെയ്യാത്തത്. പക്ഷെ അങ്ങനെ ഒന്നും എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് വ്യത്യാസമായി പോയാൽ. ഇപ്പോൾ ഇടവഴി എന്നൊക്കെ വന്ന് കയറി മെയിൻ റോഡിലേക്ക് കയറുന്ന ആൾക്കാർ ഒത്തിരി നേരമല്ല എല്ലാവരും നിൽക്കുന്നത്. ബിക്കോസ് അവർക്കും പോകാൻ അത്യാവശ്യം ഉണ്ടാവും. എന്നാലും ഒരു 5 മിനിറ്റ് ഒരു 5 സെക്കൻഡ് നിന്നാൽ മതി. 5 സെക്കൻഡ് നിന്ന് അത്രയും 4 വണ്ടി പോയാൽ നമുക്ക് ഫ്രീ ആയിട്ടങ്ങ് പോവാം. അപ്പോൾ എന്തോ മനസ്സിലങ്ങനെ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. എല്ലാവരും കൂടെ വായു പിടിച്ചാണല്ലോ പോകുന്നത്. ചില സമയത്ത് ഞാനും അങ്ങനെ കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് അങ്ങനെ ആകും. പക്ഷെ പേപ്പറിൻ്റെ കാര്യം ഞാൻ അങ്ങനെ വലിച്ചെറിയാൻ ശ്രമിക്കാറില്ല, കഴിവതും ശ്രമിക്കാറില്ല. ഇപ്പം പിന്നെ നിയമം കൂടെ വന്ന കാരണം നമ്മൾ ചെയ്യത്തില്ല. അതെന്തോ ഫോറിനിൽ ഞാൻ അമേരിക്ക പോയ ശേഷം, അതിന് മുന്നേയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത്ര തോന്നിയിട്ടില്ല. പക്ഷെ അമേരിക്ക പോയി സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. അവിടെ എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഓഫ് ഇതായിരുന്നു. ഇപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്.
ഗാർബേജ് എല്ലാം എടുക്കുന്നത്, പേപ്പർ വേസ്റ്റ് ഒന്ന്, ഫുഡ് വേസ്റ്റ് ഒന്ന്, മറ്റേ എന്താണ് ബോട്ടിൽസും അതെല്ലാം വേസ്റ്റ് ഒന്ന്, അങ്ങനെ 3 ഇതായിട്ടൊക്കെ അവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന ശേഷം ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി എൻ്റെ കയ്യിലൊരു എന്തോ കഴിച്ചിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം മമ്മിയും ബ്രദറും വന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അല്ല, നമ്മളെപ്പോഴും കളഞ്ഞ് യൂസ്ഡാണ്, എല്ലാവരും യൂസ്ഡാണ്. അപ്പോൾ കളയാൻ വേണ്ടിയിട്ടുള്ള ആ സൈഡിലേക്ക് അങ്ങ് ഇട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഇടത്തില്ല. എന്ന് വെച്ചാൽ അവിടെ എങ്ങും കളയാറില്ല, അമേരിക്കയിലെങ്ങും കളയാറില്ല, അതുകൊണ്ട് ഞാൻ നാടും ചീത്തയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം സൈഡിലിട്ട്. അപ്പം ഞാൻ മനസ്സിൽ അന്ന് ആലോചിച്ചു, കണ്ടോ ആ നാട്ടിൽ പോയി വന്ന ശേഷം പിന്നെ 10, 15, 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും ചിലപ്പോൾ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഓരോ നാടിൻ്റെ ഒരു നാട്ടിൽ ചെന്ന് ജീവിക്കുമ്പോൾ ഉള്ള ആ ഒരു ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ, ആ നിയമത്തിനെ ഫോളോ ചെയ്യുന്നത്, പിന്നെ പഞ്ച്വാലിറ്റി, അതൊക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇവിടെയും ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ ചില ലാക്കുണ്ട്, പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്നു, ഒരു ചിക്കൻ വാങ്ങിക്കണം, ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ ചെന്നിട്ട് ചിക്കൻ മേടിക്കണം, വേണ്ട ഇന്ന് ഫിഷ് ഉണ്ടല്ലോ, ഫിഷ് കൊടുക്കും. ബേബീസ് ഇന്നലെ ഒരു ഷോപ്പിൽ നിന്ന്, ഒരു ചെറിയ കടയിൽ നിന്ന്, ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് ഞാൻ ഇന്നലെ ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ചായിരുന്നു. ചുമ്മാ ഒന്ന് പൊറുങ്ങാൻ വേണ്ടി വാങ്ങിച്ചത്. ചിക്കൻ കഴിക്കാത്ത പിള്ളേർ ചിക്കൻ കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയേ നല്ല എരിവുണ്ടല്ലോ, ആ പിള്ളേർ അങ്ങനെ എടുത്ത് കഴിക്കാത്തതാണല്ലോ, ചിക്കൻ വേണമെന്ന് വെച്ചാൽ നോ എന്ന് പറയുന്നതാണ്. ചിക്കൻ എടുത്ത് കഴിച്ചു. അപ്പം എന്തായാലും അവർക്ക് ആ ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷ് ഇന്ന് വെച്ചിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ എന്തായാലും പിള്ളേർക്ക് നന്നായിട്ട് വിശന്നാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ കുത്തി തീറ്റിച്ചാവുന്ന അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. കുത്തി തീറ്റിക്കാതിരിക്കാൻ നല്ലത്. ബിക്കോസ് ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഫീഡ് ചെയ്ത് കാണാൻ ഇപ്പം നല്ല ബുസ് നിൽക്കും, പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ കുടൽ ഒത്തിരി വലുതായി പോകും. അപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും, കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുത്തി തീറ്റിക്കാതിരിക്കുക. അവർക്ക് ആവശ്യം ഡോക്ടേഴ്സും ഇപ്പം പറയുന്നതാണ്, നിങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് അരച്ച് മുടിച്ചൊക്കെ കുറേ തീറ്റിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വണ്ണം വെപ്പിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടും, പിന്നെ അവർ ഒബിസിറ്റി ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത ഡോക്ടറിനെ കാണേണ്ടി വരും. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ മക്കൾ എന്ത് കഴിക്കുന്നോ അല്ലെങ്കിൽ മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രോട്ടീനായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക. ഇതൊക്കെയാണ് ഡോക്ടേഴ്സും പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുമില്ല. ഒരാളുടെ ആവശ്യത്തിനുള്ള വെയിറ്റാണുള്ളത്. മറ്റാൾക്ക് ഇച്ചിരി ഓവറാണെങ്കിലും അയാൾ ഇച്ചിരി കഴിക്കുന്ന കാരണം ഓവർ. അതുകൊണ്ട് നിങ്ങൾ അവനെ കമ്പയർ ചെയ്ത് ഒരിക്കലും ട്വിൻസ് ആണെങ്കിൽ അവരെ ഒരാളെ കമ്പയർ ചെയ്ത് പറയരുത്. രണ്ടുപേരും ഒരേ വെയിറ്റിലിരിക്കണമെന്ന് ചിന്തിക്കരുത്. ബിക്കോസ് രണ്ടുപേരും 2 വ്യക്തികളാണ്. അപ്പം ഇങ്ങനെ ഒട്ടും ചിന്തിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ ഒരുപാട് പറയും. ഞാൻ പറയും ഡോക്ടറെ കഴിച്ചില്ല, കഴിഞ്ഞ ആഴ്ച ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ പറയും അത് ചിന്തിക്കുകയും വേണ്ട. അവൻ്റെ ഒരാളുടെ ഓവർ വെയിറ്റ് അല്ല, ഒരാളുടെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഇല്ലെന്നല്ല, അവൻ കഴിക്കുന്നവനായ വെയിറ്റ് ഉണ്ടെന്ന് പറയും. ഇതൊക്കെയാണ് ജസ്റ്റ് മക്കളെ വിട്ട് വന്ന വഴിക്ക് ഇങ്ങനെ തോന്നിയ കാര്യങ്ങളാണ്, ഫുഡിൻ്റെ കാര്യം കൂടെ മനസ്സിൽ തോന്നിയ കാര്യം ഇങ്ങനെ പറയുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ചെന്നിട്ട് കാണാം. ഹായ് കുക്കി, ഹായ് മാംഗോ. ലക്കി എന്തി? കേറ് കുക്കി, കേറത്. ലക്കി എന്തി? അവൻ നോക്കട്ടെ ലക്കി എന്തെന്ന്. ലക്കി എവിടെയാ ലക്കി? വേർ ആർ യു ലക്കി? അച്ചടവാവേ, ലക്കിനൊന്ന് തുറന്നു വിട്ടേ. ലക്കി മാംഗോ. നോ മാംഗോ വെറുതെ ഇരിക്കെ. മാംഗോ ചുമ്മാ ഇരിക്കും. മാംഗോ കുശുമ്പ്. ലക്കി കുഞ്ഞി, അമ്മയുടെ കുഞ്ഞുമാവ എന്നെ ചെയ്യിച്ചിരുന്നത്. ലക്കിയുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചു. ഞങ്ങൾ ഹെയർ കട്ട് ചെയ്തു, ലക്കിനെ ചുന്തിരിക്കുട്ടിയാക്കി. ചുന്തിരിക്കുട്ടിയാണോ ലക്കി ബേബി? നല്ല കുഞ്ഞാണോ? അമ്മയുടെ മോളാണോ? കണ്ട കുശുമ്പി വന്ന് കണ്ട. മാംഗോ ഒരു കുശുമ്പിയാണേ. മാംഗോയുടെ അമ്മയാണ് കുക്കി. കുക്കി എവിടെ വന്നേ? അമ്മയുടെ അടുത്ത് വന്നേ കുക്കു. കണ്ട, ഇത് കുക്കു. എവിടെ കുക്കു? എവിടെ
ഒരു കുക്ക് കൂടി അമ്മക്ക് ഒരു ഉമ്മ തന്നി. അച്ചോ അച്ചോ, എല്ലാവരും കൂടെ ഉമ്മയാണ്, എല്ലാവരും കൂടി ഉമ്മയാണ്. അവൾ വന്നിട്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഡോഗാണ് കുക്കിയുടെ മോളാണ് മാംഗോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് ലക്കിക്ക് പിന്നെ വേറെ ഒരു ചിന്തയില്ല, ഫുൾ ടൈം തീറ്റ മാത്രമേ ഉള്ളൂ ചിന്ത. ചീറ്റ മാത്രമില്ല എന്നാണ് ചിന്ത, മറ്റൊരു ചീറ്റ മാത്രമുള്ളതാണ് ചിന്ത. അപ്പോൾ നമ്മൾ ബേബീസിനെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. വളരെ 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 ഹാപ്പിയായിട്ട് ഇറങ്ങിപ്പോയത്. അവർക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് സ്കൂളിലേക്ക് അവർ ഹാപ്പി ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇപ്പോൾ തുടങ്ങി മട്ടല്ല, എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു വെച്ചിട്ടുണ്ടോ? എൻ്റെ പാക്കിലുണ്ട്, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കിംഗ് ചെയ്യുവാണ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ്. അത് കണ്ടോ, അവൾ കുഞ്ഞാണ്, നല്ല സ്വീറ്റ് കൊച്ച. നമുക്കൊരു ഉമ്മ തന്നേ, ഒരു ഉമ്മ തന്നേ, നമുക്ക് ഒരു ഉമ്മ തന്നേ, ഒരു ഉമ്മ തന്നേ. ഞങ്ങളുടെ ആനമ്മ ചേച്ചി എന്താ ആരോടൊക്കെ നാട്ടുകാരോട് പറയുക, ഹായ് നല്ല സാരിയാണല്ലോ, ഇതാ വാങ്ങിച്ച സാരിയാ, നല്ല സാരി കേട്ടോ. ചോറ് വെന്തില്ലേ? ഒരു വിസിലടിച്ച് ഇറക്കിയാൽ കൊണ്ടുവന്ന് അതിനോട് പറഞ്ഞു ഞാൻ ഉടുക്കണം അറിയണം. ആ വെന്തില്ല, തൊട്ട് വയ്ക്കാൻ വെന്തില്ലേ? വെന്തിട്ടില്ല, കല്ലുപൊളി ഇരിക്കണം. ആ ചോറ് തുറന്നിട്ട് വേവിക്ക് കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. എവിടെയാണ് ഈ അടക്കളച്ചാണ്ടി ഓടി പോകുന്നത്? ഇത് അടക്കളച്ചാണ്ടിക്ക് ഫുൾ ടൈം ഓടി പോകണം. ചാക്കരക്കുട്ടിക്ക് ചാടരുത്, മൊത്തം കാല് ഒടിഞ്ഞു പോകും. എവിടെ ബബിൾസ് അവർക്ക് 2 ബബിൾസ് കിട്ടിയായിരുന്നു, ബബിൾസിൻ്റെ ഗണ്ണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്ററിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. വർക്ക് ചെയ്തോ നോക്കട്ടെ. ഇത് കൊള്ളാമല്ലോ. എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. സൂപ്പർ വിട്ടേക്കല്ലോ, മതിയിടോ. ക്രയോൺസ് കിട്ടി. ഇപ്പം നമ്മുടെ പഴയ ബുക്കുകളില്ലേ, അതെല്ലാം ആ ഷെൽഫിൽ നിന്നുള്ള പഴയ ബുക്കൊക്കെ മാറ്റിക്കും. അവർ കീറി പറിക്കാനുള്ള ബുക്കൊക്കെ മാറ്റിയിട്ട് ഇപ്പം 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒറ്റ ക്രയോൺസ് വരക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ മാറരുത് കേട്ടോ. ഒപ്പം ഇരുന്ന് വരപ്പിക്കുക, എടുത്തപ്പം തന്നെ കൈയോട് വയ്ക്കുക. അല്ലെങ്കിൽ അവർ അവിടെ ഓടിച്ചിട്ട് ഇവിടെ ഓടിച്ചിട്ട് മതലിൽ വരയ്ക്കും. ഇപ്പം തന്നെ വീട് മൊത്തം ഒരു കോലത്തിലായിരിക്കുന്നു. ലക്കിയുടെ നോട്ടം നോക്കി, മണി ഇപ്പം എത്രയും? മണി 10, 6 മണി. ലക്കിക്ക് ഭക്ഷണം കൊടുത്തേ. ലക്കി ഭക്ഷണം കഴിക്കുന്ന ഒന്ന് വീഡിയോ എടുക്കാം. എന്നാന്നറിയോ, ലക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ബാക്ക് ചാടി കഴിക്കും. ഇങ്ങനെ ബാക്ക് 2 ടിങ്. മാംഗോ ബാ, അമ്മ എടുത്ത് വാ, ഓടി വാ. അയ്യോ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് എൻ്റെ കൊച്ചു പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് അവൾ ഓടുവാ കിച്ചണിലേക്ക്. ആണോ? പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഓടുവാണോ മാംഗോ? എടുക്കട്ടെ, ഇവിടെ കൊണ്ടുപോവാ. മാംഗോ മാറ്. ഇത് കണ്ട ബാക്ക് പൊങ്ങുന്നത് കണ്ട. അവൾ ഫുഡ് കഴിക്കും, ബാക്ക് 2 കാലും പൊങ്ങും. നല്ല രസമാണ്. ലക്കി നമ്മൾ റോയൽ കെനൻ ഇങ്ങനെ കുറച്ച് ചെറുത് സ്റ്റാർട്ടർ ഇങ്ങനെ നനച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതാണ് ഇച്ചിരി വെള്ളത്തിലുണ്ട് അപ്പം കൊടുക്കുന്നത്. കണ്ട, ഇങ്ങനെ നോക്കുന്ന പട്ടിക്കുഞ്ഞ് വളരെ റെയറാണ്. ഫേസിലേക്കാണ് നോക്കുന്നത്. വിശപ്പ് കേട്ടോ? മതിയോ? എവിടെ പോവാ? നീ കിച്ചണിലേക്ക് പോകണണ്ട. അവിടെ എന്ത് പാത്രം ഉള്ളത്? ഇപ്പൊ തന്നല്ലേ ഉള്ളൂ. ലക്കി ഹലോ, ലക്കി ബേബിക്ക് വേണോ? എവിടെ നമ്മുടെ മുകളിലെവിടെ? വിശക്കുന്നുണ്ടോ?
വിശക്കുന്നുണ്ടോ? ഇനി വേറൊരു ഇത് കാണിച്ചു തരാവേ. റെഡ് കാർ വരുന്നുണ്ടോ? അതേ മമ്മ പോവാ. എവിടെയാ റെഡ് കാർ? കുക്കി വരുന്നുണ്ടോ നമ്മുടെ കൂടെ? വരുന്നുണ്ടോ? എസ് കാണിച്ചേ, എസ് കാണിച്ചേ. വരുന്നുണ്ടോ? ചോദിക്കുക, എസ് പറ. വരുന്നുണ്ടോ? കുടുംബ ഇവിടെ കയറിന്നേ, കയറിന്ന് കാണിച്ചേ. അമ്മ കയറിന്ന് വെച്ചാൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഇതെന്താ തലയിൽ പിങ്ക് കളറിൽ? ഹലോ 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 കുട്ടു, ഇവിടെ വാ, ഇവിടെ വാ. കമ്മിയ കുട്ടു. എന്താണാവോ ഈ ലക്കി വന്ന ശേഷം കുക്കി ഭയങ്കര ഒതുങ്ങിപ്പോയേ. ബിക്കോസ് അവർ അമ്മയും മോളും ഭരിച്ച വീട്ടിൽ വേറൊരാൾ കയറി വന്നപ്പോൾ പിടിച്ചില്ല. എന്താണ്? ആ മീനിന് പരട്ടി വെച്ചോ? മീനിന് വെച്ചിട്ടുണ്ട്. ഓക്കെ. ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഒരു ചെറിയ കട്ട എടുത്ത് വെള്ളത്തിലിടുക ചേച്ചി. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അക്കിക്ക് വിശക്കുന്നോ? ഇനിയും വിശക്കുന്നോ? ഇപ്പം കഴിച്ചല്ലേ ഉള്ളൂ. ഞാൻ അമ്മ കഴിക്കട്ടെ. വിശന്ന് പോയോ? ഇനി വിശക്കുന്നുണ്ടോ? ഇനി ഡൈജഷൻ ആവത്തില്ല. വേണ്ട. മണം വന്നു വാവക്ക്. വേണോ? ലക്കിക്ക് വിശക്കുന്നുണ്ടോ? സ്പാനിഷ് ഓംലേറ്റ്. മണം വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ലക്കിക്ക്. ഒരു മാസമല്ലേ ആയുള്ളൂ. ഒരു മാസമുള്ള കുഞ്ഞിന് എന്താ കൊടുക്കാനോ? നിൻ്റെ പിടികിരി തന്നെ നല്ലത്. അയ്യോ മമ്മനെ കടിക്കരുത്. നോ 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 നോ. അപ്പം നമ്മളിപ്പോൾ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെറിയ ഒരു ഇതുണ്ട്. എന്താണ്, നമുക്ക് കറണ്ട് ഇല്ലാത്ത എന്താണെന്ന് ഞാൻ വീട്ടിൽ ആലോചിക്കുക. ഇപ്പം നമ്മുടെ ഗേറ്റിൻ്റെ വാതിക്കൽ തന്നെയാണ് ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ പണി നടക്കുന്നുണ്ട്. അതാണ് വീട്ടിൽ കറണ്ട് പെട്ടെന്ന് പോയത്. ഞാൻ ആലോചിച്ചു, ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എന്താ പെട്ടെന്ന് കറണ്ട് പോയി. ബിക്കോസ് ഈ സമയത്ത് കറണ്ട് പോകുന്ന പതിവ് ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. അവരെ പിക്ക് ചെയ്ത് വരണം. പിന്നെ ഇന്ന് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഡിറ്റർജൻ്റ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. നിങ്ങൾ അതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ വൈറ്റ്ലിയിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് അഫോർഡബിൾ റേറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ, വാഷിംഗ് പൗഡർ, ഫ്രാഗ്രൻസ്, ഡ്രസ്സ്, പിന്നെ എല്ലാ തിങ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മേടിക്കാനായിട്ട്, അത് ഞങ്ങൾക്ക് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ തൊട്ടടുത്ത് തൃപ്പൂണിത്തുറ ചെന്ന് സാധനം വാങ്ങിക്കാനാണ് കുറച്ചും കൂടെ എളുപ്പം. സോറി, ബെൽറ്റ് ഇട്ടില്ല. അപ്പോൾ വേറെ എന്നാ, മൈ ഗുഡ്നസ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, നമ്മളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇടാനല്ല, ഒരു യൂട്യൂബ് ചാനൽ വന്നു. അവർ എന്താ പറയുക, വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നീട് എൻ്റെ വ്ളോഗിൽ അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നു. പക്ഷേ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാം. അതെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ. പിന്നെ അപ്പോൾ എന്തായാലും നമുക്കൊന്നും ആർക്കും പബ്ലിസിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ആരെയും നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് അവർ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന കാര്യമാണ് പുറത്തേക്ക് വന്നത്. ബിക്കോസ് ഞാനും പേർപ്പസ്ഫുള്ളി ആയിട്ട് പറഞ്ഞതുമല്ല, അവരും പേർപ്പസ്ഫുള്ളി ആയിട്ട് ചോദിച്ചതുമല്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് ഇങ്ങനെ വന്നു. മേ ബി അത് വരണമെന്നൊരു സമയമായിരിക്കണം വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിൽ മാത്രം വെച്ച് ഇങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരു കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിപ്പോൾ എങ്ങനെയായാലും ഒന്ന് റിവീലായി, അത്രേ ഉള്ളൂ. ഞാൻ പേർപ്പസ്ഫുള്ളി വിചാരിച്ചിട്ടൊന്നും ചെയ്തതെന്നല്ല. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കത് ആ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരെ പിള്ളേരെ പിക്ക് ചെയ്യുന്നു, നേരെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എൻ്റെ മദറും സിസ്റ്ററും കൂടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ തൊട്ടടുത്ത് മോളിൽ പോകാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വരെ അങ്ങനെ വിട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ആലോചിക്കുന്നു, ഒന്ന് വിട്ടാൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും.
എന്ന് ആലോചിക്കുന്നു. ചിലപ്പോൾ വിടും, ചിലപ്പോൾ വിടാതിരിക്കും. അത് അപ്പോഴത്തെ മൂഡ് പോലെ. ഇവർ ആരെങ്കിലും വന്നിട്ട് കൊണ്ടുപോകുന്ന പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ പറയും നോ വേണ്ട, ബിക്കോസ് അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ടൈമിങ് മാറിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉറക്കത്തിൻ്റെ ടൈമിങ് മാറിപ്പോവും. ഇതെല്ലാം ഉള്ള കാരണം ഞാനങ്ങനെ പൊതുവെ ആരുടെ വീട്ടിലേക്ക് ഞാൻ വിടത്തില്ല. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ തന്നെ, ചേച്ചിമാരുണ്ട്, നമ്മളും കൂടെയാണ് നോക്കുന്നത്. ബിക്കോസ് അതിൻ്റെ ആവശ്യമുള്ളൂ. ആരെയും പോയി ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോയി പിള്ളേരുടെ കരച്ചിൽ എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ മൂഡ് എന്താണെന്നോ നമുക്ക് പാരൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ വിടാറില്ല. എന്തായാലും നോക്കട്ടെ. വന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിടും, അല്ലെങ്കിൽ ഞാൻ വിടുന്നില്ല. വിടാതെ തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അപ്പോഴത്തേക്ക് ഡിറ്റർജൻറ്റ് ഷോപ്പിലേക്ക് ഒന്ന് പോകുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ. നമ്മൾ പറഞ്ഞില്ലേ ഞാനിവിടെ വന്നാൽ കുറേ തിങ്സൊക്കെ എടുക്കുന്നത്. കണ്ടോ, ഇതെല്ലാം നമുക്ക് റീഫിൽ ചെയ്ത് തരും. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റീഫിൽ ചെയ്ത് കൊണ്ടുപോകാം. ഇത് വന്നിട്ട് നമ്മളെ ടോയ്ലറ്റ് ക്ലീനറാണ്. 2 എടുത്താൽ 150 രൂപയുള്ളൂ. അപ്പോൾ ഇതൊരു 6 എടുത്തെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ക്ലീനർ ഇത് ഡിഷ് വാഷ് ലിക്വിഡാണ്. ഇത് ഫ്ലോർ ക്ലീനറാണ്. ഇതൊക്കെ ഉണ്ട് വീട്ടിൽ. ഇത് മാത്രം തീർന്നേക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. ബാത്തിങ് സോപ്പ്, ഇത് ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് സോപ്പ്. ഇതെനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുതിയൊരു സാധനം തോന്നുന്നു വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചില്ല. നമുക്ക് ചെറിയ ചെയറാണത്. എന്താ ബേബീസിനിരിക്കാൻ പറ്റുന്ന ചെറിയ ചെയറാണ്. 999 ആണത്. എന്നത് സ്മാർട്ട് ഷൂ റാക്ക് ഓർ ഓർഗനൈസർ. ഇതെന്നതാ? ഇത് ഒരു സെറ്റ് വെക്കാൻ. നമുക്ക് ബീറോ ഉള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ. ഇതൊക്കെ ഫാബ്രിക് കണ്ടീഷണറാണ്. കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്നത് നല്ല സ്മെല്ലായിരുന്നു. സോ അത് വീണ്ടും ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഈ റോസ് കളറാണ്. പക്ഷേ ഈ പ്രാവശ്യം എടുക്കുന്നത് ലാവൻഡറാണ്. നമ്മളിതുപോലെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്കിത് റീഫിൽ ചെയ്ത് കൊണ്ടുപോകാം. സെയിം തന്നെ ആയാലും ബോട്ടിൽ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി. സന്തോഷം കൊണ്ട് ഓടുന്നു നോക്കി ആൻറ്റിനെയും സിബിയാനെ കണ്ടപ്പോൾ. എല്ലാം നിങ്ങളെ കണ്ട ഉടനെ എല്ലാം ഊരിക്കളഞ്ഞ്. ഇതെന്താ കണ്ട സന്തോഷം നോക്കി. സന്തോഷത്തിൽ ഓടും. ഡ്രസ്സൊന്നുമില്ല, നിങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷം. സന്തോഷത്തിൽ തന്നെ. ഹായ് സൂപ്പർ ഐത്തി ഫ്ലഫി. ഹായ് ഫ്ലഫി. ഞങ്ങളാ മാംഗോ നോത്താക്കി. മാംഗോ കുഞ്ഞിലൊക്കെ എടുത്തേ ഫ്ലഫി.
ലക്കീൻ്റെ മമ്മിയൊന്നും കണ്ടേ. മമ്മി നോക്കിക്കേ. അടി പിടിച്ചോ, കൊച്ചുങ്ങളെ പിടിക്കണ പോലെ. കണ്ട മമ്മിയുടെ കയ്യില് ഇത്രേ ഉള്ളില്ലല്ല. ആരിത്? മുഖത്തേക്ക് നോക്ക് മമ്മി, മുഖത്തേക്ക് നോക്ക്. വിളിച്ച് ലക്കി, വിളിച്ച് ലക്കീന്ന് വിളിച്ച്. ഇത് കണ്ടത് എനിക്ക് പേടിയാന്ന് തലകുത്തി മറിയുമ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്രിക്കറ്റിനെ കൊണ്ട് ആക്കണമെന്ന് വെച്ചാൽ പറഞ്ഞേ ക്രിക്കറ്റിനെ നിങ്ങൾ ആക്കിയിട്ട് ഞാനിങ്ങ് പോരട്ടെ പറഞ്ഞേ. നോ നോ മമ്മ സിറ്റ്. അല്ല അത് എന്റെ അടുത്ത് പറയാ. അതേ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബേബീസ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. എവിടെ ഏത് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്? വാ അടിപൊളി സൂപ്പർ ഡ്രസ്സാണല്ലോ സിബി ആൻറ്റി വാങ്ങിച്ചിരുന്നത്. അടിപൊളി. സേ ബൈ ബൈ. സേ ബൈ ബൈ. പപ്പയുടെ അടുത്ത് ബൈ ബൈ പറഞ്ഞു ജോജി. ബൈ പറ പപ്പക്ക്, ബൈ ബൈ പറ. യൂസ് ദുഃഖ ദിക്ക ദിക്ക്. കൊച്ചു ബാഗ് എടുത്തായിരുന്നോ? ആ ബൈ ബൈ. ഓ സിബിയാൻ്റെ വണ്ടി കയറി പോകാനുള്ള ധൃതി നോക്കി. എൻ്റെ ദൈവമേ. ഞാൻ വന്നേക്കാട്ടോ. എവിടെ പോവാ? എന്നെ കൊണ്ടുപോകുന്നില്ലേ മക്കളെ? നോ അടയ്ക്കാൻ. കണ്ട അവർക്ക് പോയാ മതി കറങ്ങാൻ. അങ്ങനെ ബേബീസ് ഇപ്പോൾ എൻ്റെ സിസ്റ്ററും മമ്മിയും വന്ന് അവർ ജസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് എവിടേക്കോ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന മക്കളെ ബൈ 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 ബൈ. അമ്മമ്മനെ സൂക്ഷിച്ച് പിടിച്ചോട്ടാ. ഓക്കെ ബൈ ബൈ. സീ യു. ആനി ആനി വിട്. ബൈ ബൈ. അവന് ഫ്രണ്ട് ഇരുന്ന് പറയണം, അത്രേ ഉള്ളൂ. മോനാ സൂക്ഷിക്കട്ടാ. ഓക്കെ ബൈ. Where are you going? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഒന്നും വെച്ചിട്ടില്ല. എന്നാ ബാ കഴിക്കാം. ആയിക്കോട്ടെ. എന്നാലും പോയിട്ട് വേഗം വരണേ. പിള്ളേരെ പിക്ക്. പിള്ളേരെ പിക്ക് ചെയ്യാൻ എനിക്ക് പോകാനുള്ള കേട്ടോ. ലേറ്റ് ആക്കരുത് കേട്ടോ. പള്ളിയിൽ പോകണം എനിക്ക്. ഓക്കെ ബൈ. ഹലോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ മാങ്ങാപ്പഴത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്നത്തെ കറികളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് മമ്മിയും സിസ്റ്ററും മോളൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ അവരെ ട്രീറ്റ് ചെയ്യാനും കാര്യത്തിൽ തിരക്കായിപ്പോയി. അതുകൊണ്ടൊന്നും ചെയ്യാം ആ വ്ളോഗ് നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ ബേബീസിനെ കൊണ്ട് അവർ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി, ബേബീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2 മണിക്കൂറായല്ലോ. ഒരു 3 മണിക്കാണ് പോയത്. മണി 5 ആയി. നമ്മൾ പോയി പിക്ക് ചെയ്യുന്നു, പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം. അതാണ് ഇന്നത്തേത്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. മറ്റാൾ ബേബീസിൻ്റെ കൂടെ പോയിരിക്കുകയാണ്. ബിക്കോസ് ആരെങ്കിലും ഒരാളില്ലെങ്കിൽ ശരിയാകത്തില്ല അവർക്ക്. ഓക്കെ
അവിടെ ചെന്ന് കാണാവേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മരട്ടിലുള്ള ഒരു ബജ്ജിക്കടയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ഇതിലെ കടന്നു പോകണമെങ്കിൽ നമ്മളിവിടെ വന്ന് ഒരു ബജ്ജി കഴിക്കാറുണ്ട്. കണ്ട ചേട്ടനാണ്. ഹായ് ചേട്ടാ. ഹായ് ചേട്ടാ. കണ്ടോ ഫ്രഷായിട്ട് ഇടുവാണ്. നല്ല അടിപൊളി പൊട്ടേറ്റോ. ചേട്ടന് സങ്കടം ഞാൻ എടുക്കുന്നത് ഇടുന്നില്ല എന്നാണ് ചേട്ടൻ്റെ സങ്കടം. ബജ്ജി ബജ്ജി ചേട്ടാ ഒരു പൊട്ടേറ്റോ. ഇത് നമ്മുടെ മരട് ജംഗ്ഷനിലാണ്. മരട് ജംഗ്ഷനിലുള്ള ഒരു ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട, ബജ്ജി കട. നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം നിൽക്കുന്നത്. ബേബീസ് ഉള്ളപ്പോൾ മുതൽ എപ്പോഴും നിൽക്കുവാണ്. ചേട്ടൻ്റെ ബജ്ജി നല്ല ഫ്രഷാട്ടോ, ഫ്രഷാണ്. അവൾ ഇഷ്ടപ്പെട്ടാണ് മേടിക്കുന്നത്. ചമ്മന്തി വേണ്ട. ഹലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മിയാസ് എന്ന് പറയുന്ന ഒരു ബൊട്ടിക്കിൻ്റെ ഷോപ്പാണത്. അവിടെ മിയാസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ വരുന്ന ഒരു സ്ഥലമാണ്. മിയാസിൽ നേരത്തെ വരുന്നതാണ്. പുതിയ ഷോപ്പ് തുറന്ന് ഞാൻ കാണുന്നുണ്ട്. ബേബീസിന്റെ എല്ലാ കലാപരിപാടികളൊക്കെ കാണാൻ ഞാൻ എപ്പോഴും കടന്നു ആലോചിക്കും ഒന്ന് കയറണം. പക്ഷെ അപ്പം എച്ചടിന്നായിരിക്കും സമയമാണ്. ടൈം എന്ന് പറയില്ലേ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? സിസ്റ്ററൊക്കെ സുഖമായിരിക്കുന്നു. പോവാറില്ല അങ്ങോട്ട്? ഇവിടെ പോയി വരുമോ ഡെയിലി? ചുമന്ന് കാണാൻ ഇത് ഞാൻ ഇങ്ങനെ കടന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി. ഡീസൽ അടിച്ച് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒക്കെ ആണ്. മാം ഇത്ര ഒരു ദിവസം ആക്കുന്നത് നമുക്ക് ഇപ്പം തന്നെ കയറണം ഇയാളുടെ നിർമ്മതി. അവിടെ എന്നാ ഇപ്പൊ കയറാം. ബേബീസ് ആണെങ്കിൽ പാനീത്തി കൊണ്ടുപോയിരിക്കുക, സിസ്റ്റർ കൊണ്ടുപോയിരിക്കുക. ഒരു 2 മണിക്കൂറിന് ഞാൻ 2 മണിക്കൂർ വീട്ടിൽ വെച്ചിട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് പുള്ളിക്കാത്തി പറഞ്ഞത് നമുക്കൊന്നും കയറാൻ. ഫ്രോക്കാണത്. എനിക്കോ? എനിക്ക് ഡബിൾ എക്സൽ വേണ്ടേ? ഡബിൾ ഷെയ്ഡ് പോകാൻ പോകല്ലേ. സൂപ്പറല്ലേ? മിയാസ് സൂപ്പർ കളക്ഷൻ ആട്ടോ. ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് വന്ന് എടുക്കാം, ധൈര്യമായിട്ട് വന്ന് എടുക്കാം. വേണ്ട വേണ്ട ചേച്ചി, അത് ചേച്ചിയുടെ മീൻ അത് ബേബി
സാരിയൊക്കെ ഭയങ്കര റേറ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. സൂപ്പർ അല്ലേ? നല്ല കളക്ഷൻ. ഷോളാണോ? ബ്ലൗസ് വരുമ്പോ പ്രിന്റ് ആണ് ഇതിന്റെ. കുറേ നല്ല സാരി ഉണ്ടായിരുന്നു കേട്ടോ, ഹാൻഡ് പെയിന്റിന്റെ ഒക്കെ നല്ല ഇതായിരുന്നു. ചെറിയ വരികയാണല്ലോ ഇപ്പോൾ. ഞാൻ 3-4 ആയിരുന്നു ചോദിച്ചു. ഞാൻ മറ്റേ എടുക്കാം. ഇതില് ചെയ്തോ? ബാഗ് ഇപ്പോൾ നമുക്കിഷ്ടമുള്ള അടിപൊളിയായിട്ടുള്ള 2 ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. പക്ഷേ ചേച്ചിയുടെ നിർബന്ധപ്രകാരം എനിക്ക് ഒരെണ്ണം കൂടെ തന്നു ഗിഫ്റ്റായിട്ട്. എനിക്ക് താങ്ക് യു സോ മച്ച് ചേച്ചി കേട്ടോ. ഇനിയാണ് വരാൻ പോകുന്നത്. ഇനി ഉറപ്പായിട്ട് ഞാൻ വരും. ഇത്രയും നല്ല ഇനി കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്. പക്ഷെ ഇത്രയും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഡെഫിനറ്റായിട്ട് വന്ന് വാങ്ങിക്കാം. കുണ്ടന്നൂരിലുള്ള മിയാസ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷങ്ങളാണ്. അക്കാലത്ത് ഫരീസിയർ വന്ന് യേശുവുമായി തർക്കിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ മിയാസിൽ പോയി ഒരു ടോപ്പ് എടുത്തു. ഒരു കഫ്താൻ മോഡലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റ നിർബന്ധം ഒരു റിവ്യൂ തരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, അതിന് തന്നെ പ്രശ്നം. ബിക്കോസ് ഇത്രയും വർഷം പരിചയമുള്ളൊരു ഷോപ്പാണ്. അവർ റിവ്യൂ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമില്ല ചേച്ചി തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് ഒരു ചുരിദാർ സെറ്റ് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്നാത്തിന് അത് ചേച്ചി ഒരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നു. സോ ഹാപ്പി ആയി. ഒട്ടും പ്രതീക്ഷിക്കാം, ബിക്കോസ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നിപ്പോൾ മിയാസി പോയത്. ബിക്കോസ് നമ്മൾ പ്ലാൻ ചെയ്ത് മറ്റേത് ഞാൻ എങ്ങനെയും പാസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാലോചിക്കും എപ്പോഴെങ്കിലും ഒന്ന് കയറണം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് കയറണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഡിൻസി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കാം മാം. ഇപ്പോൾ ബേബീസ് ആണെങ്കിൽ ഇപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്തല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് നടന്ന് നോക്കാം, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നാൽ പിന്നെ കയറി കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി. പക്ഷെ സമയം 6 മണി കുർബാനയാണെന്ന് ഞാൻ പറഞ്ഞു. 6 മണി കുർബാനയാണെങ്കിൽ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു കഫ്താൻ ടൈപ്പുള്ള അടിപൊളി ഒരു പാർട്ടി വെയർ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് അവർ തന്ന ഒരു ഗിഫ്റ്റും. അപ്പോൾ ഓക്കെ, മേ ബി ഐ എം ഹാപ്പി. നമുക്ക് വിചാരിക്കാത്ത സമയത്തല്ലേ ഒരു ഡ്രസ്സ് നമുക്ക് ലക്കായിട്ട് കിട്ടുന്നത്. പിന്നെ അപ്പോൾ നേരെ കുർബാനയും കണ്ടിട്ടാണ് ഇപ്പം നമ്മൾ നേരെ
എൻ്റെ സിസ്റ്റർ താമസിക്കുന്ന അങ്ങോട്ട് പോകുന്നത്. ബിക്കോസ് ബേബീസ് ഇപ്പോൾ അവിടെ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടാകും. മണി ഇപ്പോൾ 6:45 അവർ പോയി പിക്ക് ചെയ്യണം. അവർ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ചെയ്യുന്നത്. ഇപ്പോൾ കുക്കിംഗ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. പക്ഷെ ഞാനല്ല ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും. അത് ഞാൻ വേറെ ദിവസം ഞാൻ മാമ്പഴം മേടിച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അവരാണ് ഉണ്ടാക്കി. ബിക്കോസ് മമ്മിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ തിരക്കായിപ്പോയി, കുക്കിങ്ങിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ അത് ആ രീതിയിലാണ് ചെയ്തത്. ബിക്കോസ് ചിലവരാണെങ്കിൽ അവർ വീട്ടിൽ ചിലപ്പോൾ മല്ലിപ്പൊടിയും കടുകും ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കറിയിലും കടുക് ഇടും. ഇവിടെ ആണെങ്കിൽ ലല്ലുവിനും കടുക് ഇഷ്ടമല്ല, എനിക്കും കടുക് ഇഷ്ടമല്ല. 2 കടുകൊക്കെ കിടക്കുന്ന ഇഷ്ടം. അപ്പോൾ ചില കറികളിൽ ഇത് വിന്താലൂനൊക്കെ നല്ല കടുക് ഇടും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ചില പച്ചക്കറിയിലൊന്നും ഞാൻ അധികം കടുക് ഇട്ട് മെഴുക്ക് പട്ടിയായിരിക്കും കൂടുതൽ. സോ അതൊന്നും അപ്പം ഞാൻ ഇരുന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളിക്കകത്ത് അതുപോലെ ചെയ്യുകയും ചെയ്തു. എന്തായാലും നല്ല കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓൺ ദ വേ ടു മൈ സിസ്റ്റേഴ്സ് ഹൗസ്. അവരെ പിക്ക് ചെയ്യണം, തിരികെ വരണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം, സിസ്റ്ററിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള വെസ്റ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ സെലക്ഷനാണ് ഇവിടെ. നമ്മളത് കാണാൻ വേണ്ടി വന്നത്, എടുക്കാനൊന്നുമല്ല. കളക്ഷൻ എന്തൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. അതും അതിൻ്റെ ടോപ്പോ? ഇതിൻ്റെ ടോപ്പാണ്. ഇത് എക്സ്പെൻസീവാണ്. അതിൻ്റെ കൈ ഇച്ചിരി എങ്ങനെയുണ്ട്? നല്ലതായിട്ടില്ല, നല്ല രസമില്ല. സൂപ്പറല്ലേ? ലാസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. സൈസ് ലാർജ്. ഇത് സ്ട്രാപ്പ് നോക്കി, ചെയിനാണ്, സ്ട്രാപ്പ് ചെയിനാണ്. ചുമ്മാ സിൽക്ക് ഡ്രസ്സാണ്. പക്ഷെ ഇതിൻ്റെ പ്രിൻ്റാണ് നല്ല ഭംഗിയാകാനായിട്ട്, ബ്ലാക്ക് ആൻഡ് റെഡ്. പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ സീരിയസ് ഇടാറില്ല. ഇതിന് മുകളിൽ വേണമെങ്കിൽ ജാക്കറ്റിട്ട ഭംഗിയായിരിക്കും കാണാൻ. നല്ല കണ്ടായിരുന്നു.
അയ്യോ എന്റെ തല കട്ടായി. നല്ലൊരു ഡ്രസ് ചെയ്താ നല്ല അടിപൊളി രണ്ട് ടോപ്പ് വാങ്ങിച്ചായിരുന്നേ. സൂപ്പർ ടോപ്പാണ്. ഒന്ന് എനിക്ക് ഒന്ന് തനിക്ക്. ഇത് തനിക്കുള്ളത്. ഇയാൾ സെലക്ട് ഒന്നും ചെയ്തില്ല, പക്ഷേ ഏതിലോ പോയി ഒരെണ്ണം കൈ വെച്ചപ്പോഴത്തേക്ക് ഞാൻ അതെടുത്താണ്. എന്തായാലും ഈ കൊച്ചു കാരണമല്ലേ നമുക്കിന്ന് മിയാസിൽ കയറാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറി ഒരു ഡ്രസ്സ് ഫ്രീ എനിക്ക് കിട്ടിയ കാരണം ഇയാൾക്കൊരു ഫ്രീ ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നു. അയ്യോ സമയം പെട്ടെന്ന് പോവുകയാണേ. ഇന്നും ഇങ്ങനെ ഒരു പർച്ചേസിൻ്റെ കാര്യമൊന്നും ഞാൻ തലയിൽ ചിന്തിച്ച് പോലും ഇല്ല. എൻ്റെ ദൈവമേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പർച്ചേസായിപ്പോയി. ഓക്കെ, അപ്പോൾ ബൈ ബൈ വെസ്റ്റ് സൈഡ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. മുത്തപ്പൻ്റെ പള്ളിയാണിത്. നേരെ വെസ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി. സിസ്റ്റർ താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മൾ നേരെ മുത്തപ്പൻ്റെ അടുത്ത്, മുത്തപ്പൻ്റെ കപ്പേളയിൽ വന്ന് പൈസ എപ്പോഴും നേർച്ചയിട്ടിട്ടാണ് പോകുന്നത്. അതൊരു വലിയ വിശ്വാസമാണ്. പിന്നെ സമയം ഇപ്പം 7:30. അടിപൊളി അടിപൊളി.
നാളെ രാവിലെ ക്ലാസ്സിൽ പോകണല്ലോ പിള്ളേർക്ക്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. സോറി, ഞാൻ അറിയാതെ പാടിപ്പോയിട്ടാ. എന്താ വെച്ചാൽ ജോജിക്കുട്ടൻ്റെ പാട്ടാണത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഉലക്കവത്തെന്തോ ആ ഉലക്കവത്തെന്തോ ആ. നമുക്ക് ഫ്ലാറ്റ് എത്തിയേ. ഹായ് ജോജി. അയ്യോ മമ്മനെ അടിക്കുന്നേ. അമ്മയുടെ മുത്ത. എപ്പോഴാ വന്നേ? എത്ര നാളായി കണ്ടിട്ട്? എത്ര നാളായി? ഹലോ, എന്നെ കൊണ്ട് പോയ വിശേഷം സിനിമയൊക്കെ നീ കണ്ട കഴിക്കുന്ന കണ്ട ദോശ കഴിക്കുന്ന നോക്കി. സിനിമ കൊടുത്തിട്ട് ദോശ കഴിക്കുന്ന നോക്കി. കഴിച്ചു ദോശ. വേണോ? കുറച്ചും കൂടെ വേണോ? കുറച്ചും കൂടെ ദോശ വേണോ? രാജുകുട്ട അമ്മയുടെ കാണിച്ചാണ്ടോ ഒരു സ്നേഹമില്ലാത്തൊരു ആവ. ഞാനൊരു പണിയായിട്ട് ഞാനിപ്പോ പോവട്ടെ. ജോജിനെ ഇവിടെ നിർത്തിക്കോ. ജോജിനെ ഇവിടെ നിർത്തി. ജോജി ഇവിടെ നിന്ന് സിബിയായിട്ട് ചോദിച്ചത് ആണോ? എന്നെ രാത്രി കാണാതെ ജോജി ഉറപ്പില്ല. ജോജി മമ്മൻ നിങ്ങൾ തപ്പൂടെ. പയ്യെ കാറിൽ ഇവനെത്തിയപ്പം ഞാൻ പറഞ്ഞു സിബിആന്റിയാണ് ഇവിടെ ഉള്ളത്. സിബിന അവൻ എന്നും കാണാനുള്ളതാണ്. ഓണിങ്ങളിനെ നോക്കുവാണ് രാജി. അതിപ്പോഴുണ്ട്. മമ്മി പോയിട്ട് വരട്ടെട്ടാ. ബൈ ബൈ ഫ്ലഫി. ബൈ ഫ്ലഫി. എല്ലാവരും ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ബ്രിയോൺ എല്ലാവരും. നാനോ മമ്മി പോയിട്ട് വരട്ടെട്ടാ. ഹലോ. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം റൗണ്ടിങ് ഒക്കെ പോയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആന്റി ജോജി ഞാൻ മേടിച്ചു കൊടുത്ത 2 മൊബൈല് താഴെ ഇട്ട് പൊട്ടിച്ചു. ഒരാൾ പൊട്ടിച്ച് ഒരാൾ കടിച്ച് ഇല്ലാതാക്കി. ഇനി ചെയ്യരുതട്ടാ. സോറി മമ്മ പറഞ്ഞി. ഇനി ചെയ്യരുതട്ടാ മക്കളെ. മമ്മകളുടെ കയ്യിലെ പൈസ എല്ലാം പോവല്ലേ വാവ ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഭക്ഷണം കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ബാക്കിയുള്ളവൻ്റെ കയ്യിലെ ഫോണ് ചീത്തക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. 2 മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് മക്കളിങ്ങനെ കാണിച്ച മമ്മ എന്നാ ചെയ്യും. ഹായ്. അപ്പം നമ്മൾ പെൻഡാമേനൊക്കെ വന്നിരിക്കുകയാണ്. ഇനി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ആ മൊബൈൽ കിട്ടുന്നത്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ ഇനി അതിനായിട്ട് വേറെ ദിവസം വരേണ്ടി വരും. തൊട്ടടുത്ത് വന്നതല്ല. അപ്പോൾ ഇനി അതിനായിട്ട് വേറെ ദിവസം വരണ്ട. അപ്പം നമ്മൾ എന്തായാലും ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇവർക്കൊരു ഹാപ്പിനെസ് ആവും. എൻ്റെ പൈസ പോയി കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു. നിങ്ങളൊന്ന് ഹായ് പറഞ്ഞു ഉഷാറായിട്ട്. ഒരു ഹായ് പറഞ്ഞു ജോജി ആന്റി. വിശക്കുന്നുണ്ടോ? ചിക്കൻ മേടിച്ചു തരട്ടെ മമ്മ? ചിക്കൻ ദോശ കഴിച്ചല്ലേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ ചിക്കൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ.